പണം കിട്ടിയതിന് ശേഷം ചന്ദ്രമതിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നേരെ ചന്ദ്രലോകത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ എല്ലാവരും ആരതിയൊക്കെ ഒഴിഞ്ഞ് ചന്ദ്രനെ സ്വീകരിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു കാര്യം ചന്ദ്ര ചെയ്തല്ലോ. രേവതിയുടെ അമ്മയും അനുജത്തിയും ആങ്ങളെയും അതുപോലെ രേവതിയും സച്ചിയെല്ലാം പോയിട്ട് നമ്മുടെ ചന്ദ്രയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ചന്ദ്ര വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും ചന്ദ്രയോട് ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ് കേട്ടോ. ശ്രുതി ചോദിക്കുകയാണ്, എങ്കിലും എൻ്റെ ആൻറ്റിക്ക് എന്ത് പറ്റി? ആൻറ്റിയില്ലേ പറഞ്ഞത് അവനെ ജയിലിൽ വിടാതെ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പം, ഓ ഞാൻ കരുതി പഠിക്കുന്ന ചെറുക്കനല്ലേ, എന്തിനാ വെറുതെ അവനെ അങ്ങ് ഇതാക്കണമെന്ന് കരുതിയിട്ടാ മോളെ, നമുക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്കും ഈ കാര്യത്തിൽ എന്തോ നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ശ്രുതി പോയിട്ട് മീരയോട് പറയുന്നുണ്ടായിരുന്നല്ലോ, കാരണം ആൻറ്റി ഇങ്ങനൊന്നും ആയിരുന്നില്ല, ആൻറ്റി അങ്ങനൊന്നും ഒതുങ്ങിക്കൊടുക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ പറയുന്നുമുണ്ട്. അങ്ങനെ ശ്രുതി മനസ്സിൽ ഓർക്കാണ്, എങ്ങനെയെങ്കിലും എന്താണ് ഇതിൻ്റെ വാസ്തവമെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി ശ്രുതിയാണെങ്കിൽ നേരെ നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. ഭാമ കഥ തുറന്നു ശ്രുതിയെ കാണുന്നുണ്ട്. ആഹാ, ശ്രുതി മോളോ, എന്താ ഈ വഴിക്കൊക്കെ? എൻ്റെ ആൻറ്റി എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ആൻറ്റി സമ്മതിക്കണ്ടേ, അതുകൊണ്ടാണ് വരാത്തത്. മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, എന്ത് പറ്റി ആൻറ്റിക്ക്? നന്നായി ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് മോളെ, ഞാൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്കൊരു മോനുള്ളതോ. മരുമോളുടെ വാക്കും കേട്ട് എന്നെ ഇട്ടിട്ട് അവനങ്ങ് പോയില്ലേ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാ. എങ്കിലും എൻ്റെ ആൻറ്റി അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. ആ സാരമില്ല, ആൻറ്റിക്ക് തലവേദന എടുക്കുന്നുണ്ടോ? ഞാൻ ഹെഡ് മസാജ് ചെയ്തു തരട്ടെ? അങ്ങനെയൊന്നും ഇല്ല മോളെ, ഇതൊക്കെ ചെയ്തെന്ന് മോളുടെ അമ്മായിമ്മ അറിഞ്ഞാലേ എന്നെ ശരിയാക്കും. മോള് വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ, മലേഷ്യക്കാരിയല്ലേ എന്നൊക്കെ പറയുമ്പം അതൊക്കെ ശരിയാൻറ്റി, പക്ഷേ ആൻറ്റിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു തരും, ആൻറ്റിനെ എനിക്ക് ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെഡ് മസാജ് ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ ഭാമ പറയുന്നുണ്ട്, ഓ മോളെ നല്ല സുഖമുണ്ട്, തലവേദനയായിരുന്നു, ആ തലവേദനയൊക്കെ പമ്പ കിടന്നു, അതുപോലെ തന്നെ മോളുടെ ആ മസാജൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യോ, മോളൊരു ബ്യൂട്ടീഷ്യനല്ലേ, മോളുടെ കൈ തൊട്ടാലേ എല്ലാം പമ്പ കിടക്കും. ഷോൾഡർ തിരുമ്മി തരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഷോൾഡറും അതുപോലെ തന്നെ തോളും പിന്നെ ചെവിരോടവും പെടലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ല ആൻറ്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അങ്ങനെയൊന്നും എൻ്റെ അമ്മായിമ്മ ആ കേസ് പിൻവലിക്കില്ല എന്ന് എനിക്കറിയാം, പിന്നെ എന്താ പറ്റിയ കേസ് പിൻവലിക്കാനായിട്ട്? ഇവിടെ ആയിരുന്നല്ലോ ഭാമേനിക്കറിയാലോ, അത് പിന്നെ 2 ലക്ഷം കിട്ടിയാൽ അവൾ പിന്നെ വിടുവോ? 2 ലക്ഷമോ? പെട്ടെന്നാട്ടോ ഭാമ കണ്ണു തുറന്നത്. അയ്യോ അതൊന്നും ഇല്ല മോളെ. അല്ല എന്തോ ഉണ്ട് ആൻറ്റി, പറയാം ആൻറ്റി, എന്താ ആൻറ്റി മറച്ചു വെക്കുന്നേ? എനിക്കറിയണം, ആൻറ്റി എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഒന്നുമില്ല ശ്രുതിമോളെ, ഒന്നുമില്ല. അല്ല ആൻറ്റി എന്തോ മറച്ചു വെക്കുന്നുണ്ട്, എന്തോ 2 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞല്ലോ, എന്താന്ന് പറ. അതോ പിന്നെ മോളെ, അത് പിന്നെ എന്താ ആൻറ്റി, കാര്യം പറ. എനിക്കറിയാം, ആൻറ്റി അറിയാതെ എൻ്റെ അമ്മായിമ്മ ഒന്നും ചെയ്യില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ 2 ലക്ഷം, സത്യം പറയാൻ ആൻറ്റി. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, മോളെ ആ വക്കീൽ വന്നിട്ട് 2 ലക്ഷം രൂപ നമ്മുടെ ചന്ദ്രയ്ക്ക് ഓഫർ ചെയ്തു, അത് കേട്ടുകൊണ്ട് തന്നെ ചന്ദ്ര അതിലേക്ക് മറിഞ്ഞു വീണു മോളെ. എന്ത് ചെയ്യാനാ, 2 ലക്ഷം രൂപ കൊടുത്തിട്ടാ ആ പയ്യനെ മോചിപ്പിക്കാന് ചന്ദ്ര സമ്മതിച്ചത്. അല്ല നിന്റെ അമ്മായിമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 2 ലക്ഷം രൂപ മേടിച്ചോ? അതേ മോളെ, 2 ലക്ഷം രൂപ മേടിച്ചു. ആ പൈസ മേടിച്ച് അവൾ എൻ്റെ അടുത്താ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. ഞാനിവിടെ എൻ്റെ കബോർഡിൽ സുരക്ഷിതമായി വെച്ചിട്ടുമുണ്ട്. ആഹാ, ആൻറ്റി ആള് കൊള്ളാലോ. എങ്കിലും ആൻറ്റി ഞാൻ കുറ്റം പറയില്ല, ഷർത്ത് ചെയ്തത് അമ്മാതിരി പണിയല്ലേ ആൻറ്റി? മോളെ അതൊക്കെ ശരിയായിരിക്കും, എങ്കിലും സ്വന്തം മരുമകളല്ലേ രേവതി, അവളുടെ അനിയനല്ലേ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവർ കിടന്ന കാശിനുണ്ടി ഓടുന്നതൊക്കെ അവൾ കണ്ടതല്ലേ, എന്നിട്ടും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ എന്തൊക്കെയാണെങ്കിലും ഇപ്പം പ്രശ്നമില്ലെന്ന് ഒതുങ്ങിയില്ലേ, ആ പൈസ കൊണ്ടാണെങ്കിലും വീട്ടിലിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയും ഒരുമിച്ചു, അതുപോലെ സച്ചിൻ രേവതി സന്തോഷമായി, ശരത്ത് ജയിലിലും പോയില്ല. ഈ 2 ലക്ഷം കൊണ്ട് എല്ലാം സംഭവിച്ചില്ല ആൻറ്റി, അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം ആ മോള് പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാ എന്നിവളും പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടോ. എന്നാൽ ശരി ആൻറ്റി, ഞാൻ പോയിട്ട് വരാട്ടോ. ഞാൻ പാർലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു, കാണാൻ വന്ന വഴിക്ക് ആൻറ്റിയെ കാണാൻ കയറിയതാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവളവിടെ നിന്ന് പോയതിനു ശേഷം ഭാമയ്ക്ക് ആകെ പടങ്ങ് വെപ്രാളമായി. പിന്നെ ഭാമയോട് ഇവൾ പറയുന്നുണ്ട്, 2 ലക്ഷത്തിൻ്റെ കാര്യം താൻ അറിഞ്ഞതായിട്ട് ആൻറ്റിയോട് പറയണ്ട, അത് പറഞ്ഞാൽ ഭാമയെ തന്നെ വഴക്ക് പറയല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയാണ്. അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് പോവാണ്.
പോയി പുറത്തിറങ്ങി ഉടനെ തന്നെ ആന്റണി വിളിക്കുന്നുണ്ട്. അല്ല ശ്രുതി, കാശിന്റെ കാര്യം എന്തായി? ഇവനെ ഇവിടെ തന്നെ വെച്ചേക്കാനാണോ? അങ്ങനാണെങ്കിലേ ഇവന്റെ അഴുകിയ ജഡമായിരിക്കും ഇവിടെ കാണാൻ പോണത്. ഞാൻ നിന്റെ പേര് പറയുകയും ചെയ്യും. എന്റെ പൊന്നാന്റണി, പൈസ ഒന്ന് കിട്ടിക്കോട്ടെ, ഞാൻ ഓടി നടക്കാൻ അറേഞ്ച് ചെയ്യാനായിട്ട്. പൈസ കിട്ടിയോടെ ഞാൻ തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. നവീൻദാസ് ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് പറഞ്ഞു? തരാം, അതിനുവേണ്ടി ഓടി നടക്കാണെന്നാ പറഞ്ഞത്. ആ നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നവീൻദാസ് പറയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം പതിവ് പോലെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഡാൻസ് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. ഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റുഡൻസ് എല്ലാം പോയതിനു ശേഷം അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നുണ്ട് കേട്ടോ. ശ്രുതി മോളെ നീയോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ആൻറ്റി, എനിക്ക് വരാൻ പാടില്ലേ? അയ്യോ അല്ലല്ല, എൻ്റെ ഡാൻസ് സ്കൂളിനെ കാണാൻ വന്നാണോ? അതൊന്നും അല്ല ആൻറ്റി, ഞാനേ ഇവിടെ അടുത്ത് ഒരു വീട്ടിൽ അവിടെ ഒരു ഫംഗ്ഷന് പോയിരുന്നതാ. അപ്പം അവിടെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വേണ്ടി പോയതാ. അവിടെ വെച്ച് ഞാൻ ആൻറ്റിയുടെ ഡാൻസ് സ്കൂളിനെ പറ്റിയും ആൻറ്റി ഭയങ്കര ഭരതനാട്യ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അവരാണെങ്കിലേ ആൻറ്റിക്ക് തരാൻ വേണ്ടി കുറേ സ്വീറ്റ്സ് കൊടുത്തയച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ടോ കണ്ടോ ഭാമേ, എൻ്റെ മരുമോൾ ഇങ്ങനെയാ, എല്ലായിടത്തും പോയിട്ട് എൻ്റെ പേരും പ്രശസ്തിയൊക്കെ പറഞ്ഞത് കേട്ടോ, ഇതാ എൻ്റെ മരുമകള് എന്ന് പറയാണ്. അതെ, പിന്നല്ലാതെ, ഞാനല്ലാതെ വേറെ ആരാന്റിയെക്കുറിച്ച് പറയാനാ? ആരും പറയില്ല. എനിക്ക് എൻ്റെ ആൻറ്റിയല്ലേ വലുത്. ദേ ഇതൊക്കെ കഴിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. ഭാമയും ചന്ദ്രയും അപ്പോഴത്തെ ഡെസ്കിലേക്ക് ഇരിക്കുകയാണ്. ഇവൾ കൊണ്ടുവന്ന എല്ലാ സ്വീറ്റ്സും എടുത്തെടുത്ത് കൊടുക്കുന്നുണ്ട്. ദേ ഇത് കഴിക്ക്, ഇത് കഴിക്ക് എന്നൊക്കെ പറയാണ് കേട്ടോ. മോളെ നീ ഇരുന്ന് കഴിക്ക്, എൻ്റെ ആൻറ്റി അവിടെ വെച്ച് ഞാൻ ഒരുപാട് കഴിച്ചു, വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടാ എന്നെ പറഞ്ഞയച്ചത്. ഹലോ ഹലോ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വന്ന പോലെ അവൾ അഭിനയിക്കുകയാണ് കേട്ടോ. അയ്യോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ എന്ന് വെച്ചുകൊണ്ട് ഇവൾ പതിയെ സ്റ്റെയർ കയറി റേഞ്ച് കിട്ടുന്നില്ല, ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറാണ്. മുകളിലേക്ക് അങ്ങനെ കയറുന്ന സമയത്ത് അവൾ രണ്ടുപേരും കാണാതെ ഓടിപ്പോയി ഷെൽഫിൽ നിന്നും ആ 2 ലക്ഷം രൂപ എടുത്ത് അവളുടെ ബാഗിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തവൾ താഴേക്ക് വന്നിട്ട് ഹലോ ഹലോ ഒന്നും കേൾക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് താഴേക്ക് കയറാണ്. എന്നിട്ട് ഞാൻ വന്നേക്കാം, ഇപ്പൊ തന്നെ വരാം. ഏതാ സ്ഥലം, ലൊക്കേഷൻ ഇട്ടാൽ മതി കേട്ടോ. അതൊക്കെ ചെയ്തു തരാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. ആരാ മോളെ ഫോണിൽ? ഒരു ക്ലയന്റ് ആൻറ്റി, എനിക്ക് ഒരു വർക്ക് കൂടെ വന്നിട്ടുണ്ട്, എങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ, ധൃതി വെച്ച് അവർ വിളിക്കുന്നേ. മോള് വയ്ക്കോ, മോളുടെ ബിസിനസ് ഒന്നും ഒരിക്കലും കളയണ്ട, മോള് അത്രയ്ക്ക് മിടിക്കല്ലേ, മോൾക്ക് തന്നെ വരും എല്ലാ ആട്ടും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയാണ്. അങ്ങനെ ശരി ആൻറ്റി, ഇത് പോയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം മീരയും കൂട്ടിക്കൊണ്ട് അവൾ ആന്റണിയുടെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇവള് ആ പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുക്കുമ്പം ആന്റണി ചോദിക്കുന്നുണ്ട്, പൈസയുമായിട്ട് എത്തിയല്ലോ, പിന്നെ നിന്റെ ഈ കാശില്ലെന്ന് പറഞ്ഞിട്ടോ? എൻ്റെ ആന്റണി, ഇതുണ്ടാക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. മീര പറയാണ്, ഇവളെ ജെയിംസ് ബോണ്ട് പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. ഇനി ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ദയവ് ചെയ്ത് പൈസ ചോദിക്കരുത്. ശ്രുതി പറയാണ്, അതെ, ഞങ്ങളുടെ ഇനി 1 രൂപ കാശ് പോലും ഇല്ല, വെറുതെ ചോദിച്ച് മെനക്കെടാന്നേ ഉള്ളൂ, എൻ്റെ ഇനി ഒന്നുമില്ല എന്ന് പറയാണ്. ഇതും കൊണ്ട് ഞാൻ നവീൻദാസിനെ രക്ഷപ്പെടുത്തിയേക്കാം, അതെ എനിക്കറിയുള്ളൂ. പിന്നെ ഇനി നവീൻദാസ് കാശ് ചോദിച്ചു തരില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. ഇനി ഞാനായിരിക്കും വരാൻ പോണത്. എന്താ? അല്ലല്ല, ഞാനിനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഒരു ബന്ധവും വേണ്ട, ദയവ് ചെയ്ത് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചാൽ മതി. ഇനി നവീൻദാസും താനും എന്നെ കോണ്ടാക്ട് ചെയ്യാനോ വിളിക്കാനോ വരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. ഇന്നാ ഞങ്ങളെ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഇറക്കും, ഇത് കഴിച്ചോ. വേണ്ട 2 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സ്വീറ്റ്സോ? അല്ല, ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് പോവോ, കാശൊക്കെ തന്ന് നമ്മൾ നവീൻദാസിനെ ഒതുക്കാൻ പോവല്ലേ, ഇനിയിപ്പോൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ. അപ്പോഴേക്കും മീര പറയാണ്, ഞങ്ങളിത് വീട്ടിൽ കൊണ്ടേ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നവീൻദാസ് ഇറങ്ങി വരികയാണേ. നവീൻദാസ് ചോദിക്കുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് കാശും എത്തിയോ? പിന്നെ നീ എന്താടാ കരുതിയത്? ഞാൻ പറഞ്ഞില്ലേ അവളെ കാശും കൊണ്ട് വരുമെന്ന്, കാശും എത്തിയത് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവളെ മുറുകെ പിടിച്ചോ, ഇതുപോലെ 5-6 ലക്ഷം രൂപ ഞാൻ അവളുടെ മേടിച്ചിട്ടുള്ളതാ. സ്വന്തം ഭർത്താവിനെയും വീട്ടുകാരും വഞ്ചിച്ച് ജീവിക്കും അവള്. കല്യാണത്തിന് മുമ്പേ വേറെ കല്യാണം കഴിച്ച് അതിൽ വലിയൊരു കൊച്ചുള്ളവളാ, ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് അവൻ്റെ കൂടെ ജീവിക്കുന്നത്. ഒറ്റ കാര്യം മതി, ഇവളുടെ നമുക്ക് എത്ര കാശ് വേണമെങ്കിലും മേടിക്കാം, ഇവൾക്ക് അവളുടെ ലൈഫ് അത്രയ്ക്ക് വലുതാ എന്നൊക്കെ നവീൻദാസ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഏറ്റു, പിന്നെ ഞാൻ ആർക്കും 50-50 ഷെയറൊന്നും ഇല്ല. 50,000 രൂപ നീ വെച്ചോ. 50,000? എന്താണ് ഇത്? ഞാൻ പറഞ്ഞല്ലോ ഈക്വൽ ഷെയറൊന്നും ആർക്കും ഇല്ല, പിന്നെ ഇത്ര ഇടിയൊക്കെ കൊണ്ടതല്ലേ, അതുകൊണ്ടെന്നാ ഒരു 50 കൂടെ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നവീന് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചാൾ അവളുടെ കണ്ണിലങ്ങ് പോയി പെടണ്ട കേട്ടോ, നീ എങ്ങോട്ടേലും മാറി നിന്നോ, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി.
അങ്ങനെ പറഞ്ഞുകൊണ്ട് നവീൻദാസ് അവിടുന്ന് പോണുണ്ട്. ആരണിയാണെങ്കിലും 1,00,000 രൂപ ചുള്ളിൽ കിട്ടിയ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ആ പൈസ ഇങ്ങനെ നോക്കുകയാണ് കബോർഡിനകത്ത്. അപ്പോൾ പൈസ കാണുന്നില്ല കേട്ടോ. അവിടെ തന്നെ ചന്ദ്രയെ കാണേ. ചന്ദ്രൻ വന്നിട്ട് ചന്ദ്രേ ആ പൈസ കാണുന്നില്ല എന്ന് പറയാണ്. എന്താ ഭാമ നീ പറയുന്നേ? പൈസ കാണുന്നില്ലെന്നോ? അതെ, ഞാൻ എൻ്റെ കബോർഡിൽ വെച്ചെന്നാ ആ പൈസ കാണുന്നില്ല. നീ സൂക്ഷിച്ച് നോക്കിയോ? ഞാൻ നോക്കി, അത് കാണുന്നില്ല ചന്ദ്രേ എന്ന് പറയുന്നുണ്ട്. ചന്ദ്രയും ഭാമയും കൂടെ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് വരികയാണേ. വന്നതിന് ശേഷം അവിടെ അരിച്ചു വിറക്കി നോക്കുകയാണ്. ഇവിടെ ഇനി വേറെ ആരും വന്നില്ലല്ലോ എന്ന് പറയുമ്പം അതാ എൻ്റെ സംശയം, ആരും ഇങ്ങോട്ടേക്ക് വന്നില്ല. പിന്നെ എങ്ങനെയാ പൈസ പോയി? നീ നിന്റെ സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ഭാമയപ്പം അടുത്ത ഡ്രോ തുറന്ന് നോക്കുമ്പം സ്വർണവും അവളുടെ പണവും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ദേ സ്വർണ്ണം പണം എല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ അത് മാത്രം എവിടെ നിന്ന് പോകാനാ? ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒരു കാര്യം ഓർക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസം, അതായത് ശ്രുതി വന്ന് കാശ് എടുത്തൊരു പോയിന്റ് അന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവിടെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ബാഗ് നിറയെ തുണിയുമായിട്ട് സാരി വിൽക്കാനായിട്ട് ഇവർ വീട്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ ആ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഭാമ 2 സാരി എടുത്തിട്ടോ. അപ്പോൾ ഇത് മടക്കി മുറിയിൽ കൊണ്ട് വെക്കാനായിട്ട് രേവതിയോടാണ് പറഞ്ഞു വിടുന്നത്. രേവതി ഭാമയ്ക്ക് സ്ഥിരമായിട്ട് പൂ കൊടുക്കാറുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രേവതി വന്നത് പൂ കൊടുക്കാനായിട്ട്. ആ സമയമാണ് ആ ഒരു ബാഗ് കൊണ്ടുപോയി മുറിയിൽ വെക്കാൻ, സാരി വെക്കാൻ പറഞ്ഞു വിടുന്നത്. അങ്ങനെ രേവതി സാരി മടക്കി വെക്കാനായിട്ട് ഭാമയുടെ മുറിയിലേക്ക് പോയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ചന്ദ്ര ഓർക്കാണ്. ചന്ദ്ര പറയുന്നുണ്ട് വേറെ ആരുമല്ല, അവളാ ആ രേവതി. ഭാമ ചോദിക്കാണ്, രേവതിയോ? നീ ഇന്നലെ രേവതി പറയുന്നേ? നീ ഓർക്കുന്നില്ലേ ഇന്നലെ അതിനുശേഷം ഇവിടെ രേവതി മാത്രമല്ലേ വന്നുള്ളൂ? രേവതി ഡാൻസ് പിള്ളേരാണെങ്കിലോ ആ മുറിയിലേക്ക് കയറാറ് പോലുമില്ല. രേവതി സാരി മടക്കി വെക്കാനായിട്ട് അങ്ങോട്ട് പോയി നീ ഓർക്കുന്നുണ്ടോ? ദേ ചന്ദ്രേ, അനാവശ്യം പറയരുത്. ആ പെങ്കൊച്ച് രാപ്പകലില്ലാതെ പോകട്ടി ഉണ്ടാക്കുന്ന പൈസയും കൊണ്ടാണ് ജീവിക്കുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിലാ അവള് ജീവിച്ചു പോകുന്നത്. അവളെ നീ വെറുതെ കള്ളിയാക്കരുത് കേട്ടോ. ഭാമേ, എനിക്ക് ഉറപ്പാ അവൾ തന്നെ ഇത് ചെയ്തത്. 2,00,000 രൂപ കിട്ടിയാൽ അവക്കെന്താ പുളിക്കോ? ഈ സാരി വെക്കാൻ വെക്കുന്നപ്പോഴായിരിക്കും അവൾ ഈ പൈസ കണ്ടത്. കിട്ടിയതല്ലേന്ന് ഓർത്ത് അവൾ എടുത്തോണ്ടും പോയി കാണും. ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ ഞാൻ സമ്മതിക്കില്ല. രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ കുട്ടി അങ്ങനത്തെ ഒരു ടൈപ്പല്ല. അതൊരു പാവം കുട്ടിയാ. അവളെ വെറുതെ നീ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. എനിക്കൊരു കാര്യം ഉറപ്പായി, ഇത് അവൾ തന്നെ എടുത്തതാ. ഞാൻ വീട്ടിലേക്ക് പോകാം. ആ നിമിഷം നീ എന്നെ വിളിച്ചിട്ട് ഈ പൈസ പോയ കാര്യം പറയണം. മനസ്സിലായോ? ഞാൻ എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞ പോലെ നീ അങ്ങ് ചെയ്താൽ മതി, മനസ്സിലായല്ലോ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി നിൽക്കുകയാണ്. നമ്മുടെ രേവതി ആണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലാണോ. എന്താ കാര്യം എന്ന് വർഷ ചോദിക്കുമ്പം അത് പിന്നെ ഞങ്ങൾക്ക് വലിയൊരു ഓർഡർ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ ഡിസൈനൊക്കെ കാണിക്കുന്നുണ്ട്. വലിയൊരു കല്യാണ പന്തലിലേക്ക് പൂ അലങ്കാരം ചെയ്യാനായിട്ടുള്ള, ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു വലിയ ഓർഡറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല എമൗണ്ടിലുള്ള ഒരു ഓർഡറാണ്. അതുകൊണ്ട് തന്നെ അവൾക്കത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ ഒരു ഹാപ്പി ന്യൂസ് രവീന്ദ്രനോടും സച്ചിയോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര കയറി വരുന്നത്. നീ പോയി ഒരു കാപ്പി എടുത്തോണ്ട് വാ. രവീന്ദ്രൻ പറയുന്നുണ്ട്. അവളിങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ, നിനക്ക് പോയി എടുത്തു കുടിച്ചാലെന്താ കുഴപ്പം? അയ്യോ അച്ഛാ, അതിന് കുഴപ്പമില്ല, ഞാൻ പോയി എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ചായമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും വർഷയ്ക്കും എല്ലാം ആ ചായ കൊടുക്കാറ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ ശ്രുതിയൊക്കെ കൂടി കയറി വരുന്നുണ്ട്. എല്ലാവരും ഹാളിൽ നിൽക്കുന്ന സമയത്തിലേക്ക് ചന്ദ്രയുടെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഫോൺ എടുക്കാണ്. എന്താ മാമേ, എന്താ കാര്യം? പൈസ പോയെന്നോ? 2,00,000 രൂപയോ? എങ്ങനെ പോയി? റൂമിൽ വെച്ചിരുന്ന പൈസയോ? എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആര്? രേവതിയോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഫോൺ മാറ്റി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നലെ നമ്മുടെ ഭാമയുടെ വീട്ടില് കബോർഡിനകത്ത് 2,00,000 രൂപ ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ലെന്ന് എന്ന് പറയുമ്പം രവീന്ദ്രൻ ചോദിക്കാണ്, അവളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാശ് കാണുമല്ലോ, അതെവിടെ പോകാനാ എന്ന് ചോദിക്കാണ്. അതിന് ഞാനും ചോദിച്ചോണ്ടിരുന്നത്, ഇന്നലെ ഡാൻസ് പിള്ളേർ വന്നിട്ട് ആ റൂമിലേക്ക് പോയിട്ടേ ഇല്ല, പിന്നെ ആകെപ്പാടെ പോയിരിക്കുന്നത് രേവതിയാ. അപ്പോഴേക്ക് രേവതി എന്തൊക്കെയാ പറഞ്ഞേ, ഞാൻ അങ്ങോട്ട് പോയെന്നും പറഞ്ഞ് ഞാൻ എടുത്തതാവോ? അപ്പോഴേക്ക് സച്ചി പറയാണ്, ദേഹമ്മേ അനാവശ്യം പറയരുത്, ഞാൻ പറഞ്ഞതല്ല, ഭാമ പറഞ്ഞതാ. അപ്പോഴേക്കുള്ള ചെവി വെച്ചിട്ട്, അല്ലേ ഭാമേ, രേവതി അല്ലാതെ വേറെ ആരും അങ്ങോട്ട് വന്നില്ലല്ലോ, അവള് തന്നെയായിരിക്കും പൈസ എടുത്തത് എന്നൊക്കെ പറയുമ്പം ഭാമ അപ്പുറത്തൊന്ന് പറയാണ്, എന്താ ചന്ദ്രൻ നീ എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഭാമ ചോദിക്കാണ്.
അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എങ്കിലും എങ്കിലും രേവതി, നീ എന്ത് പണിയാ കാണിക്കുന്നത്? നിന്റെ അനിയൻ തന്നെ ഒരു കള്ള കുടുംബമാ, അതിന്റെ കൂടെ ഈ ഒരു പേരും കൂടി നീ ഇടുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവിടെ ഇരുന്നുകൊണ്ട് രേവതി ഭയങ്കര കരച്ചിലുണ്ടോ. അപ്പോഴേക്കും സച്ചി അവളെ പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആ ഫോൺ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ പിടിച്ചു മേടിക്കുന്നുണ്ട്. എന്താ ഭാമേന്റി പറഞ്ഞത്? ഭാമയുടെ പൈസ കാണാതെ പോയോ? അതേ സച്ചി, പൈസ കാണാതെ പോയി. അതിന് രേവതിയുടെ കാരണക്കാരി. അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കിട്ടാക്കാണ്. രേവതി ആണെങ്കിൽ ഭയങ്കര കരച്ചിട്ടോ. ചന്ദ്ര പറയാണ്, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കുടുംബം തന്നെ ഒരു കള്ള കുടുംബമാണെന്ന് എല്ലാവർക്കും അറിയാലോ. നീ അവിടെ സാരി മടക്കി വെക്കാൻ പോയില്ലേ, ആ സമയത്ത് നീ ആ പൈസ കണ്ടു കാണും, നീ അങ്ങനെ എടുത്തുകൊണ്ട് പോയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. സച്ചി പറയുന്നുണ്ട്, അവക്ക് അതിന്റെ ആവശ്യമില്ല, അവൾ അധ്വാനിച്ച് ജീവിക്കുന്നവളാ, 50 രൂപയാണെങ്കിലും അവളത് അധ്വാനിച്ച ഉണ്ടാക്കുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാനിപ്പം രേവതിച്ചിട്ട് മിണ്ടുന്നില്ലൊക്കെ ആയിരിക്കും, പക്ഷെങ്കിൽ ഈ കാര്യത്തിൽ ഒരിക്കലും ചേച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ചേച്ചിയെക്കുറിച്ച് എനിക്കറിയാം, ചേച്ചി ഇന്നേ വരെ ആരൊരു പൈസയ്ക്ക് മോഹിച്ചിട്ടില്ല, അങ്ങനെ അന്തസ്സായിട്ട് ചേച്ചി ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, ഉറപ്പായിട്ടും അത് ഇവള് തന്നെ ആയിരിക്കും എടുത്തത്. രവീന്ദ്രൻ പറയാണ്, ചന്ദ്രൻ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തരുത്, അവൾ എടുത്തിട്ടും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും സച്ചി പറയാണ്, അമ്മ പറഞ്ഞല്ലോ കള്ള കുടുംബമാണെന്ന്, അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന് എന്ത് മഹിമയുള്ളത്? ദേ അമ്മയുടെ മോനല്ലേ ആ നിൽക്കുന്നത്, 50 ലക്ഷം അടിച്ചുകൊണ്ട് പോയവനല്ലേ അവൻ, അതുപോലെ തന്നെ അമ്മയല്ലേ ഈ രേവതിയുടെ സ്വർണം മുഴുവനും മകനെടുത്ത് വിൽക്കാൻ കൊടുത്തത്, അതൊന്നും അപ്പൊ കള്ളമല്ലേ, അപ്പൊ ഇത് കള്ള കുടുംബമല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ ഉത്തരം മുട്ടി പോവാണ് കേട്ടോ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ പൈസ എടുത്തിട്ടില്ല, അങ്ങനെ ആ പൈസ എടുക്കുവാണെങ്കിൽ എന്നെ ദൈവം ശിക്ഷിക്കട്ടെ, ഞാൻ മരിച്ചു പോവാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ പറയാണ്. ആ പൈസ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിങ്ങി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇപ്പുറത്തുനിന്ന് ശ്രുതിയാണെങ്കിൽ പേടിച്ച് നിൽക്കാണ്. ഓ, സമാധാനമുണ്ട്, ആ പൈസ പോയത് എന്തായാലും നമ്മുടെ രേവതിയുടെ തലയിലേക്ക് പോവാണല്ലോ, അതോർത്ത് അവൾ സമാധാനിക്കാണ്. റൂട്ട് മാറി രേവതിയുടെ തലയിലേക്ക് അത് പോയതോർത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നു കേട്ടോ. ഒന്നും മിണ്ടാതെ ശ്രുതി നിൽക്കാണ്. എനിക്ക് എന്തായാലും ഭാമയ്ക്ക് 2 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവള് ആ പൈസ എടുത്തിട്ട് കുടുംബത്തിനാകെപ്പാടെ നാണക്കേട്, ഇവളുടെ അനിയൻ എന്റെ കാശ് മോഷ്ടിച്ചു, എന്റെ കൂട്ടുകാരുടെ പൈസ ഇവള് മോഷ്ടിച്ചു, എന്തൊക്കെയാ നടക്കുന്നേ? അപ്പോഴേക്ക് സച്ചി പറയാണ്, ദേ അമ്മയാണെന്നും ഞാൻ നോക്കില്ല, എന്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. രേവതിയാണെങ്കിലും ഭയങ്കരമായിട്ടൊന്ന് കരയാനട്ടോ. വർഷ പറയുന്നുണ്ട്, ചേച്ചി അമ്മ പറഞ്ഞൊന്നും ചേച്ചി കാര്യമാക്കണ്ട, ആന്റി എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കും, ചേച്ചി ഒന്നും കാര്യമാക്കണ്ട, ചേച്ചി കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെങ്കിൽ രേവതി ഭയങ്കര കരച്ചിലായിരിക്കും. രേവതിയെ കൊണ്ട് മുറിയിലാക്കിയിട്ട് സച്ചി അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനുട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് ഭാമയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് ഭാമ സച്ചിയെ കാണുമ്പോൾ തന്നെ ആകെപ്പാടെ പേടിച്ച് വരച്ച് നിൽക്കായിരിക്കും. അവിടെ പോയിട്ടൊരു കസാരയിട്ട് ഭാമയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഭാമയാണ്ടി, എനിക്കൊരു കാര്യം അറിയണം. അത് എന്താ സച്ചി? അല്ല, രേവതിയെ പണം മോഷിച്ചെന്ന് ആന്റിക്ക് ഉറപ്പാണോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, പിന്നെ ആരാ പറഞ്ഞേ? അതൊക്കെ ചന്ദ്ര തന്നെ പറഞ്ഞതാ. പൈസ കാണാതെ പോകുന്നുള്ള സത്യമാണോ? അത് സത്യം സച്ചി. എത്ര രൂപയാ പോയത്? 2 ലക്ഷം രൂപയാ പോയത്. ആ പൈസ പോയതിന് അമ്മയ്ക്കെന്താ ഇത്ര ടെൻഷൻ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അത് പിന്നെ അവളുടെ പൈസയോ? അത് പിന്നെ സത്യം പറയാൻ ആന്റി, അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, ആന്റിനെ അതിലപ്പുറം സ്നേഹിച്ചിട്ടുണ്ട്. ആന്റി, ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ കാണുന്നത്. ആന്റി ഒന്ന് സത്യം പറ. അത് പിന്നെ അത് ചന്ദ്രയുടെ പൈസയാ. അമ്മയ്ക്ക് എവിടുന്നാ അത്രയും പൈസ? ഡാൻസ് പഠിപ്പിച്ച് ആന്റി കള്ളം പറയരുത്. ഈ 2-3 പിള്ളേരെ പഠിപ്പിച്ചാല് 2 ലക്ഷം രൂപയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ എവിടുന്നാ പൈസ? സത്യം പറ എന്ന് പറയുമ്പോഴേക്കും സച്ചി, അത് പിന്നെ അന്ന് ആ വക്കീൽ വന്നില്ലേ, ആ വക്കീൽ വന്ന് ഒത്തീർപ്പാക്കാൻ വന്നപ്പം 2 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ആ പൈസ ചന്ദ്ര വാങ്ങിച്ചിട്ടാ ആ കേസ് ഒതുക്കി തീർത്തത് എന്ന് പറയുമ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആ പൈസയാ കാണാതെ പോയത് എന്ന് പറയാണ്. ഇത് കേട്ട് സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സച്ചി ആകെപ്പാട് കലിച്ചു നിൽക്കുകയാണ്. സച്ചി അവിടെ നിന്ന് എഴുന്നേക്കുമ്പോഴേക്കും, സച്ചി ഞാൻ പറഞ്ഞുപോയി പറയരുത്, വെറുതെ ചന്ദ്ര എന്നെ വഴക്ക് പറയും. ഇല്ല ആന്റി, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. അമ്മ ഇങ്ങനെ ഒരു പണി കാണിക്കുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട് ദേഷ്യപ്പെട്ട്. അച്ഛാ, അമ്മയെന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കാണ്. എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
എന്താ സച്ചി, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അല്ല, ഭാമേനയുടെ 2 ലക്ഷം രൂപ കാണാതെ പോയെന്നൊക്കെ ഇവിടെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എങ്കിലേ ഞാനൊരു സത്യം പറയാം, അത് ഭാമേനയുടെ പൈസയല്ല, അത് ഈ അമ്മയുടെ പൈസയാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇവൻ അവിടെ പോയി അന്വേഷിച്ചുകൊണ്ട് ഈശ്വര ഭാമ സത്യലവനോട് പറഞ്ഞു എന്നോർത്ത് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. രവീന്ദ്രൻ ചോദിക്കാണ്, ഇവളുടെ പൈസയോ? ചന്ദ്രെ, നിന്റെ എവിടുന്ന ഇത്രയ്ക്കും പൈസ? 10,000 രൂപ നിന്റെയുള്ള കാര്യം എനിക്കറിയാം, ഇത്ര പൈസ നിന്നിൽ എവിടുന്ന എന്ന് ചോദിക്കാണ്. ചോദിക്കച്ചാ ചോദിക്ക്, അത്യാവശ്യമായിട്ട് ചോദിക്കേണ്ട കാര്യം അത്. അപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ പറയാച്ചാ എന്താ സംഭവിച്ചെന്നേ ഞാൻ പറയാം. ആ വക്കീല് ശരത്തിനെ പുറത്തിറങ്ങണമെങ്കിൽ 5 ലക്ഷം രൂപ വേണമെന്ന് ആ വക്കീല് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞങ്ങൾ എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് അച്ഛൻ അറിയാമല്ലോ. എൻ്റെ വണ്ടിയുടെ മേൽ ലോൺ എടുത്തും ഇവളുടെ അമ്മ വന്ന പൈസയും അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ സ്വരുക്കൂട്ടിയും എല്ലാം കൂടെ കൂട്ടിയാ 5 ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ പൈസ കൊണ്ടായി ആ വക്കീലിന് ഞങ്ങൾ കൊടുത്തു. ആ വക്കീല് അമ്മയ്ക്ക് പോയി കമ്മീഷനായിട്ട് 2 ലക്ഷം രൂപയായി കൊടുത്തത്. ആ പൈസയുടെ പുറത്താ അമ്മ അവന്റെ പേരുള്ള കേസ് പിൻവലിച്ചത്. എന്നിട്ട് എന്താ മഹത്വം ചെയ്ത പോലെ ഇവിടെ വന്ന് എന്തൊക്കെ പ്രകടനമായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ട് രവീന്ദ്രനും വർഷയും ശ്രുതി എല്ലാം ഞെട്ടിപ്പോവാണ്. രവീന്ദ്രൻ ചോദിക്കാണ്, ആണോ ആണോ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കാണ്. അത് പിന്നെ എന്ന് പറയുമ്പം ഒന്നും പറയണ്ട, നീ എന്നിട്ട് എല്ലാവരും മുമ്പിൽ അഭിനയിക്കുകയായിരുന്നല്ലേ, കാശ് മേടിച്ചിട്ടല്ലേ നീ ഇമാതിരി പണി ചെയ്തത്. എല്ലാവരും നിന്നെ എന്തുമാത്രം മാറണം പോയെടുത്തതാ. ഞാൻ പോലും എൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ സംസാരിച്ചതാ, എല്ലാം മാറി കിട്ടി എന്ന് പറയുമ്പം രവിയേട്ട അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. വേണ്ട, ഒരക്ഷരം പോലും പറയണ്ട. ആ 2 ലക്ഷം രൂപയ്ക്ക് പകരം സച്ചിക്കൊക്കെ നഷ്ടമായതേ 5 ലക്ഷം രൂപയാ. കാശാണ് നിനക്ക് വേണ്ടതെങ്കിലേ ആദ്യം ഇവരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇവര് കാശ് അങ്ങനെയല്ലോ, വെറുതെ കൊണ്ട് 3 ലക്ഷം രൂപ ആ വക്കീലിന് കൊടുത്തില്ലേ. എന്തായാലും ഞാനൊരു കാര്യം പറയാ, ഈ രേവതി മോളെ നീ കള്ളിയാക്കാൻ കുറെ ശ്രമിച്ചു, അതും സത്യമല്ലെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 5 ലക്ഷം രൂപ നീ സച്ചിക്കും രേവതിക്കും കൊടുത്തിട്ട് മാത്രം എന്നോട് നീ മിണ്ടിയാ മതി. അതിനുശേഷം മാത്രമേ ഞാൻ നിന്റെ ഭർത്താവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രവിയേട്ടാ രവിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവൾ പുറകെ പോവാണെങ്കിലും രവീന്ദ്രൻ പോയി കഥക് വലിച്ചടക്കിയാണ് കേട്ടോ. വർഷ പറയുന്നുണ്ട്, എങ്കിലും ആന്റി ആള് കൊള്ളാലോ, ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. ഛേ, ആ കാശ് മേടിച്ചിട്ടല്ലേ ആന്റി ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ചത്. എന്നിട്ട് എന്ത് പ്രകടനമായിരുന്നു ഇവിടെയൊക്കെ. എല്ലാവരും ആന്റി ഭയങ്കര സംഭവമാണെന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ആരുടെ തനിസ്വരൂപം എന്താണെന്ന്. ഛേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോവാണ്. ശ്രീകാന്തും അത് തന്നെ പറയാൻ കേട്ടോ. ശ്രുതിയും ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ഇവള് കട്ടെന്ന് പറഞ്ഞ കാശിന്റെ പിന്നില് വേറെ എന്തെങ്കിലും സത്യം കാണും. അമ്മയെ കാശിനെടുത്ത് മറിച്ചിട്ട് മിക്കവാറും ഇവളുടെ പേരിൽ പഴിയിട്ട് ഇനി ആ പൈസയും കൂടി ഞങ്ങളെ കൊണ്ട് ഒപ്പിക്കാനുള്ള പണിയായിരിക്കുമല്ലേ അമ്മേ എന്ന് ചോദിക്കാണ്. കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും അകത്തേക്ക് കയറി പോവാണ്. ചന്ദ്രയ്ക്ക് ആകെ പാടെ വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ആ സമയം ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇരുന്നിട്ട് നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി നിന്റെ അച്ഛൻ ഭയങ്കര കോടീശ്വരന്നല്ലേ നീ പറഞ്ഞത്, ഇട്ടുപെടാനുള്ള സ്വത്തില്ലേ? ഉണ്ടാണ്ടി ഉണ്ട്, മലേഷ്യയിലെ വലിയ ബിസിനസ്മാൻ അല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എനിക്കൊരു 5 ലക്ഷം രൂപ വേണം. അയ്യോ 5 ലക്ഷം രൂപയോ? അതിനിപ്പോൾ ഞാൻ എവിടുന്ന് പോകാനാ? നിന്റെ അച്ഛൻ കോടീശ്വരനാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. ആന്റി അത് പിന്നെ അച്ഛനിപ്പോൾ ജയിലിലല്ലേ ഉള്ളത്. ജയിലിലാണെങ്കിലും കൊച്ചച്ഛൻ പുറത്തുണ്ടല്ലോ. അത് മാത്രമല്ല ഇയാളിലല്ലേ കുറെ കാശ് നിങ്ങൾക്ക് തന്നത്. 50 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നില്ലേ? അത്രയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഒരു 5 ലക്ഷം രൂപ എനിക്ക് വേണം, എത്രയും പെട്ടെന്ന്. നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ പൈസ എത്രയും പെട്ടെന്ന് തരണം. രവിയേട്ടൻ പറഞ്ഞത് നീ കേട്ടതല്ലേ, 5 ലക്ഷം രൂപ സച്ചിക്കും രേവതിക്കും കൊടുത്താൽ മാത്രമേ എന്നോട് മിണ്ടുകൊള്ളുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും. അത് വേണോ? നീ എൻ്റെ പൊന്നാര മരുമോളല്ലേ, എനിക്ക് 5 ലക്ഷം രൂപ നീ തരില്ലെന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാൻ ഒപ്പിച്ചു തരാം ആൻറ്റി, എത്രയും പെട്ടെന്ന് വേണം, നാളെയെങ്കിൽ നാളെ തന്നെ. അതൊക്കെ നിനക്ക് സിമ്പിളായിട്ടുള്ള കാര്യമെന്നൊക്കെ എനിക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള നിന്റെ അച്ഛൻ്റെ ഇന്ന് ഒരു 5 ലക്ഷം രൂപ വാങ്ങിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അച്ഛൻ ജയിലാണെങ്കിൽ കൊച്ചച്ഛനെ മേടിച്ചതാ. അത് നിനക്ക് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ഇത്രയും പൈസ ഒന്നും നിനക്ക് വലിയ കാര്യമൊന്നുമല്ലെന്ന് എനിക്കറിയാം. നീ അതെനിക്ക് ഒപ്പിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ശ്രുതിയാണെങ്കിൽ ശരി ആൻറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ശ്രുതി വെച്ച കണി ശ്രുതിക്ക് തന്നെ തിരിച്ചടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരത്തിന്റെ വീഡിയോ ലീക്കാക്കിയതെല്ലാം ശ്രുതിയാണല്ലോ. ഈ 2 ലക്ഷം രൂപ ഇടയ്ക്ക് കയറി വന്നതും അതിപ്പോൾ 5 ലക്ഷം രൂപയെ പെരുകിയതുമെല്ലാം ശ്രുതി കാരണമല്ലേ. ശ്രുതി ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. ചന്ദ്ര അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം കേട്ടോ. ശ്രുതി ചോദിക്കുകയാണ്, എപ്പോഴും അച്ഛനങ്ങനെ കാശ് വയ്ക്കാൻ പറ്റുമോ? അപ്പം ശ്രുതി പറയുന്നുണ്ട്, 50 ലക്ഷം രൂപ നിന്റെ അച്ഛൻ നൽകിയ പൈസ ഒന്നും അല്ലല്ലോ, എൻ്റെ അച്ഛൻ്റെ കാശല്ലേ. നിന്റെ അച്ഛൻ കാശ് അയച്ചിട്ട് എത്ര കാലമായി? ബ്രേസ്ലെറ്റ് മാത്രം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് അതുപോലും ആയില്ല, 1 രൂപയും തരില്ല.
ശരിക്കും നിന്റെ അച്ഛൻ മലേഷ്യ തന്നെയാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പം എന്താ നിനക്ക് സംശയമാണോ എന്ന് ചോദിക്കുമ്പം അതല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി നേരെ ഒരു കടയിലേക്ക് പോയിട്ട് അവളുടെ താലിമാലയും അവളിലുണ്ടായിരുന്ന എല്ലാ സ്വർണ്ണവും വിൽക്കുകയാണ്. അങ്ങനെ അവൾക്ക് ആ 5 ലക്ഷം രൂപയും കിട്ടുന്നുണ്ട് കേട്ടോ. ആ 5 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് അവൾ 3 ലക്ഷം രൂപ ഈ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അവൾ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവൾ നേരെ പോണത് ഭാമയുടെ അടുത്തേക്കാണ്. അങ്ങനെ പോയിട്ട് ഈ 2 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഭാമ ചോദിക്കുകയാണ്, അല്ല മോളെ ഈ ക്യാഷ് എന്തിനാ? അത് പിന്നെ ആൻറ്റി വീട്ടിൽ 2 ലക്ഷം രൂപയുടെ പേരിൽ ഭയങ്കര പുകില, രേവതിയെ കള്ളിയാക്കിയൊക്കെ ആൻറ്റി സംസാരിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ തരുന്ന കാശാണെന്ന് ആരും അറിയണ്ട. സാരിക്കടയിൽ ഇരിക്കുകയായിരുന്നു, ആൻറ്റി കണ്ടില്ല എന്ന് മാത്രം അമ്മയെ വിളിച്ച് പറഞ്ഞാൽ മതി. അയ്യോ മോളെ മോളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ വീട്ടിൽ ഈ കാശ് പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര യുദ്ധമാണ്, രണ്ടുപേരും മിണ്ടാറില്ല. എങ്ങനെയെങ്കിലും വീട് സമാധാനത്തിൽ പോയാൽ മതിയെന്നാ എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ താലിമാല ഒരു പണയം വെച്ചു എന്ന് പറയുമ്പോൾ മോളെ പോലെ മരുമോളെ കിട്ടാൻ അവൾ പുണ്യം ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ ഭാമ വിളിച്ചിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ആ പൈസ എവിടെയും പോയിട്ടില്ല, അത് അലമാരിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പം ചന്ദ്രയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഭാര്യനെ അമ്മ കള്ളിയാക്കിയില്ലേ? ഇപ്പം മനസ്സിലായില്ലേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്? എന്നിട്ട് അമ്മ എന്തൊക്കെയാ അവളെ പറഞ്ഞത്? കള്ളിന്ന് വരെ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാണ്. രേവതി പറയാണ്, ഇപ്പം മനസ്സിലായില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്? കാര്യം അറിയാതെ ആരും ഒന്നും പറയില്ലമ്മേ, ആർക്കും അത് സഹിക്കാനാവില്ല എന്നൊക്കെ പറയാണ്. രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ആ 2 ലക്ഷം രൂപ കിട്ടിയല്ലോ, ആ 2 ലക്ഷം രൂപയും ബാക്കി 3 ലക്ഷം രൂപയും എത്രയും പെട്ടെന്ന് ഒപ്പിച്ചോണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശ്രുതി വന്നിട്ട് ചന്ദ്രന്റെ കയ്യിലേക്ക് 3 ലക്ഷം രൂപ കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ 3 ലക്ഷം രൂപ? ഞാൻ അതുകൊണ്ട് 5 ചോദിച്ചത്. അത് പിന്നെ ആൻറ്റി ഇത്രയും പൈസയെ കൊച്ചിൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചെക്കാ. പക്ഷെ അതെല്ലാം ഫ്രീസായിരിക്കും അക്കൗണ്ടൊക്കെ, അച്ഛൻ്റെ അക്കൗണ്ടല്ലേ, തൽക്കാലം ഇത് പിടിക്കാൻ പറഞ്ഞു. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ഭാമയുടെ അലമാരെന്ന് കാണുന്ന പോയ ആ 2 ലക്ഷം രൂപയില്ലേ അത് അവിടെ തന്നെ ഉണ്ടെന്ന്. ആണോ ആൻറ്റി എന്ന് ശ്രുതി ഒന്നും അറിയത്തോലെ ചോദിക്കുകയാണ്. അതെ, ആ പൈസ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പം നീ 3 തന്നാലും അത് മതി, തൽക്കാല ആശ്വാസത്തിന് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ സച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ 3 ലക്ഷം രൂപ അവളുടെ ദേഹത്തേക്ക് വലിച്ചെറിയാൻ കേട്ടോ. രവി ഇത് കണ്ടിട്ട് ചോദിക്കാണ്, അല്ല നിനക്ക് ഇങ്ങനല്ലല്ലോ അയാളെ പൈസ തന്നത്, അയാൾ എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ കൊടുക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ 3 ലക്ഷം രൂപ എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് രവീന്ദ്രൻ പറയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ നിവൃത്തിയായിട്ട് അനുസരിക്കുന്നു കേട്ടോ. അങ്ങനെ ആ 3 ലക്ഷം രൂപ എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഭാമയുടെ വീട്ടിൽ നിന്നും ആ 2 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടും അവളുടെ കയ്യിൽ ആ 5 രൂപയും തിരികെ കൊടുക്കുന്നുണ്ട്. എന്തായാലും കേസും പിൻവലിച്ചു, 5 രൂപ തിരിച്ചും കിട്ടി. രേവതിക്കൊക്കെ ഹാപ്പി ആയിട്ടോ. രവീന്ദ്രൻ പറയാണ്, ഇനി മേലാൽ ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇമ്മാതിരി പണിയൊന്നും കാണിക്കരുത്, മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. സ്വന്തം മോനല്ലേ നിന്റെ ഇവൻ, മോനും മരുമോളും ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിന്റെ മനസ്സറിഞ്ഞില്ലല്ലോ, വല്ലാത്തൊരു ജന്മം തന്നെ. എന്നിട്ട് കള്ളം പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, നിനക്കിപ്പോൾ സമാധാനമായല്ലോടി? വീടെല്ലാം ഈ വീട് ഇത്രയ്ക്ക് അധപതിക്കാൻ കാരണം നീ ഒറ്റയെടുത്തിയാ. നീ എന്ന് ഈ വീട്ടിലേക്ക് വലുതുകാലം വെച്ച് കയറി വന്നോ അന്ന് മുടിഞ്ഞതാ ഇവിടം. എൻ്റെ രവിയേട്ടന് പോലും എന്നോട് ഇത്രയൊക്കെ ദേഷ്യമില്ലായിരുന്നു, നീ കാരണം ഇങ്ങനെ എല്ലാം സംഭവിച്ചത്, നീ ഒറ്റയെടുത്ത് കാരണം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. വർഷ പറയുന്നുണ്ട്, ചേച്ചി ഒന്നും കാര്യമാക്കണ്ട, എന്നാലും കാശ് ഇറച്ചി കിട്ടിയല്ലോ, ആൻറ്റി അങ്ങനെയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കള്ളത്തിലെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് വർഷയും പറയാണ്. സച്ചിയും രേവതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ ഇടുന്നൊക്കെയാണോ 5 ലക്ഷം രൂപ ഒപ്പിച്ചത് ആ പൈസ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ സച്ചി തിരികെ കൊടുക്കുന്നുണ്ട്. എന്നാലും കേസ് പിൻവലിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് സമാധാനമാവുന്നുണ്ട്. ആകെപ്പാടെ ലോസായിപ്പോയത് നമ്മുടെ ശ്രുതിക്കാണ്. നിന്ന നിപ്പില് കയ്യിന് 5 ലക്ഷം രൂപ പോയി കിട്ടിയല്ലോ. ആനണിക്ക് 2 കൊടുത്തു, ദയിപ്പ് ഇവർക്ക് 5. മൊത്തത്തില് 5 ലക്ഷം രൂപ ടോട്ടൽ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നും പോയിട്ടോ. ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വെറുതെ കുതിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് അത്രയും കാശ് പോയതോർത്ത് ശ്രുതി ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.